ഓരോ ഏരിയകളാണ് ഇന്ന് സിനിമ ഇൻഡസ്ട്രിയുടെ പുറത്തായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ വളരെ തുറന്നു പറയാണ്, ഈ ഒരു കാലഘട്ടത്തിൽ സിനിമ ഇൻഡസ്ട്രി എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അല്ലെങ്കിൽ അവർ പറയുന്നത് ഒരു കലയാണ്, കലയെ ബഹുമാനിക്കണം, ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ പേരിൽ എത്രത്തോളം നീചമായ പ്രവൃത്തിയാണ് ചെറിയ കുട്ടികളിലേക്കും ഫാമിലിയിലേക്കും കുത്തി നിറയ്ക്കുന്നതെന്നുള്ള അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു പ്രശസ്ത ഒരു ആക്ടർ ആളുടെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കാണാനിടയായി, ആളുടെ 7 വയസ്സുള്ള മകളെ ഇതുവരെ സിനിമ കാണിച്ചിട്ടില്ല. അവർക്കറിയാം ഈ സിനിമ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, ആ സിനിമ കുട്ടികൾ കാണാൻ പറ്റുന്നതാണ് അല്ലേ, വളരെ വ്യക്തമായിട്ട് അവർക്കറിയാം. നമ്മളത് ഒരു ആസ്വാദിക്കുക എന്നുള്ള രീതിയിൽ സിനിമയായിട്ട് കാണുക, അത് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിടുക, ആ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് തന്നെ കാഴ്ച കണ്ടു കഴിഞ്ഞ കാര്യം ബ്രെയിനിൽ സ്റ്റോർ ആവും, കേട്ട് കഴിഞ്ഞ കാര്യം ബ്രെയിനിൽ സ്റ്റോർ ആവും. അത് ഓരോരുത്തർ IQ പവർ വെച്ചിട്ട്, മെമ്മറി പവർ വെച്ചിട്ട് അത് എത്ര കാലം ഉണ്ടാവും, അത്രയും കാലം ഉണ്ടാവും. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ഇങ്ങനത്തെയുള്ള ഓരോ കാര്യങ്ങൾ അനുകരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്ന് ചെറിയ കുട്ടികൾ ചിലപ്പോൾ സിഗരറ്റ് കളിക്കുന്ന ഒരു നായകനെ കണ്ടു കഴിഞ്ഞാൽ അത് അനുകരിക്കാൻ ശ്രമിക്കും. ഇന്ന് ലഹരി വളരെയധികം അധികരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ മേഖലയിലും ഈ ഒരു കാര്യം വളരെ സ്ഥിരതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് ആവശ്യം നോക്കുന്ന സമയത്ത് എന്തെന്നാണെങ്കിലും ഉപയോഗിക്കുന്ന, അതിൽ അശ്ലീലം പറയുന്ന, അതൊക്കെ കുട്ടികൾ കേൾക്കുന്ന, അനുകരിക്കുന്ന ഒരു സെൻസറിങ് ഇന്ന് നടക്കുന്നില്ല. എല്ലാം സ്വാഭാവികതയിലൂടെ ലജ്ജയില്ലാത്ത രീതിയിലാണ് ഇന്ന് ഓരോ രീതിയിലും ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നത്. ഇപ്പോൾ പല സിനിമകളുടെയും ക്ലിപ്പുകൾ കണ്ടാൽ മനസ്സിലാവും, അവർ പുറത്ത് പറയുന്ന വാചകങ്ങൾ, അസഭ്യവാക്കുകൾ എല്ലാം വളരെ വൃത്തിഹീനമായിട്ട്, ഒരു നാണവും ഒരു ലജ്ജയും ഇല്ലാതെ അവർ പറയുന്നുണ്ട്. അതിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നത് ക്യാരക്ടറാണ്, കഥാപാത്രം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്. അപ്പോൾ കഥാപാത്രത്തിന് എന്താണ് വേണ്ടത് അത് നമ്മൾ കൊടുക്കുന്നു, അതാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഈ കഥാപാത്രം ആരാണ് ഉണ്ടാക്കുന്നത് ചോദിക്കുകയാണ്. കഥാപാത്രം ആരാണ് സൃഷ്ടിക്കുന്നത്? ഈ കലാകാരൻ. അപ്പോൾ ഈ കലാകാരൻ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ആ എഴുത്തുകാരൻ വ്യത്യസ്തമായി ചിന്തിക്കുന്ന സമയത്ത് എങ്ങനെ നമ്മളൊക്കെ മനുഷ്യരാണ്, ആ മനുഷ്യരിലേക്ക് എത്രത്തോളം മോശമായ കാര്യങ്ങളാണ് ഇവർ ഇൻജക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു കോമൺ സെൻസിൽ നമ്മൾ ചിന്തിച്ചൂടെ? നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ, സിനിമ ഹാളിൽ പോയിട്ട് സിനിമ കാണുന്ന കാര്യം നിർത്തുക. അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഒരു കാര്യം, നമ്മുടെ കയ്യിൽ പൈസയാണ് കൊണ്ട് കളയുന്നത്. നമ്മുടെ കയ്യിലുള്ള ഒരു 100, 150, 200 രൂപ ആ റേഞ്ചിലുള്ള പൈസ നമ്മൾ ഒരു കാര്യമാണ് കൊണ്ട് കൊടുക്കുകയാണ്. നമുക്ക് 2-2.5 മണിക്കൂർ എൻ്റർടൈൻമെൻറ്റ് കിട്ടി, നാളെ വിടുകയും ചെയ്ത് അവരെ തലയിൽ കയറ്റി നടക്കുകയും ചെയ്യുന്നത് ഫാൻസ് എന്നാണ്. എന്ത് ഫാൻസാണ് ഈ ഫാൻസ് എന്ന് പറയുന്ന ആളുകൾ അവിടെ ഇഷ്ടപ്പെടുന്നു? ഓക്കെ, അതൊരു നല്ല പ്രവർത്തിയാണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓക്കെ. ഇത് അവർ സിഗരറ്റ് കളിക്കുന്ന, അവർ മദ്യപിക്കുന്ന കണ്ടിട്ട് ഫാൻസാണ്, കുട്ടികൾ അവർ ഫാനാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്നുള്ളത് നമ്മളെ പുതിയ തലമുറയെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇന്ന് പുതിയ തലമുറ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി നിൽക്കുന്ന ആളുകളാണ്. അവർ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട രീതിയിലാണ്. നമ്മൾ സിനിമ ഇൻഡസ്ട്രി നമ്മൾ അതൊരു വലിയ ലക്ഷറി ലൈഫാണ്. നമ്മളെ എമൗണ്ട് വെച്ചിട്ട്, നമ്മളെ പൈസ വെച്ചിട്ട്, നമ്മളെ കുറച്ച് സമയം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിച്ചിട്ട് അവർ വലിയ എമൗണ്ടാണ്, അവർ കോടിക്കണക്കിന് രൂപയാണ് അവർ ഓരോരുത്തരും പ്രതിഫലമാകുന്നത്. അത് ചോദിക്കുന്നുണ്ടാവും, ഓരോരുത്തരും വ്യക്തിപരമായ ഇഷ്ടമല്ലേ സിനിമ കാണാതിരിക്കും, അതിനെന്താണെന്നുള്ള ചോദിക്കുന്നുണ്ടാവും. പക്ഷേ ആ ചോദ്യം പ്രസക്തി ഉണ്ട്, ഓക്കെ, സമ്മതിച്ചു. പക്ഷെ ഞാൻ തിരിച്ചങ്ങോട്ടും ചോദിക്കുകയാണ്, അതായത് ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഈ എന്ത് സന്ദേശം നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ കത്തി മേടിച്ചു കൊടുക്കുമോ? നിങ്ങളെ കുട്ടികൾ നീ കത്തി എടുത്ത് കളിച്ചൊന്നിരിക്കുകയെന്ന് അറിയില്ല. കാരണം എന്താ? അത് നമുക്കറിയാം, ആ കുട്ടിക്ക് കത്തി ഉപയോഗിക്കാനായിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ കൈ മുറിയും, കോമൺ സെൻസ് നമുക്കുണ്ട്. അതുപോലെ കുട്ടികൾ കൊണ്ട് സിനിമ കാണാൻ പോകുന്ന സമയത്ത് കുട്ടികളത് ഇൻജക്റ്റ് ആവും, നമ്മൾ കാണരുതെന്നുള്ള തിരിച്ചറിയുന്നത് തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. ആലോചിച്ച് വയ്ക്കാൻ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അംഗീകരിച്ചോണമെന്നില്ല, പക്ഷേ ജസ്റ്റ് കോമൺ സെൻസിൽ ആലോചിക്കാം. ഇന്നൊരു സിനിമ നമ്മൾ മൊബൈലിൽ കാണുന്നുണ്ടാവും. മൊബൈലിൽ കാണുന്നത് ഒരു സൈഡ്, അതിനേക്കാൾ വലിയ എഫക്റ്റാണ് സാമൂഹ്യപരമായിട്ട് ഒരു തിയേറ്ററിൽ കാണുന്ന സമയത്ത് അവിടെ സെലിബ്രേഷൻ നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ ക്രൗഡാണ് കാണുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഇത് കാണുന്നുണ്ട്, ഇതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡിൽ വരും. ഒരു മൊബൈലിൽ വന്ന് സിനിമ കാണുന്നത് പോലെ അല്ല ഒരു തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ്. അത് അവർക്കും അറിയാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണുന്നതാണ് പറയാം. ഒരു മൊബൈലിലാണ് സിനിമ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതിന് വളരെ വളരെ വ്യത്യാസമുണ്ട്. സിനിമ ബിഗ് സ്ക്രീനിൽ എല്ലാവരും ഒരുമിച്ച് 100-200 ആളുകൾ ഒരുമിച്ച് ഒരു സിനിമ കാണുന്ന സമയത്ത് എല്ലാവരും അത് എൻജോയ് ചെയ്യുന്ന കാണുന്നതിൽ ഓട്ടോമാറ്റിക്കലി അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പല കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, എല്ലാവരും കാര്യം, അതൊന്നും അത്ര വിഷയമുള്ള കാര്യമില്ല, അതൊക്കെ നിസ്സാരമാണ്, ഒന്നും ലജ്ജിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ മാറി നിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ സമയവും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എല്ലാ പ്രേക്ഷകരും കേൾക്കുന്ന എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് വെച്ച് തെറിപ്പിക്കാൻ ദയവ് ചെയ്ത് നിങ്ങൾ ആരും സിനിമകളിലേക്ക് പോകരുത്. ആ സിനിമ കഴിഞ്ഞ് അവരുടെ ജോലി അവരയച്ചു പോകും. അവരതിനേക്ക് പറഞ്ഞ് ചിലർ തന്നെ അവരെന്നെ കാണുന്നില്ല, അവർക്ക് തന്നെ അറിയില്ല എന്താണ് കഥ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ കാണുന്നു, നമ്മൾ പൈസ കൊടുക്കും, അതാണ് അവരുടെ ദേഷ്യം. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, ഈ ജനങ്ങളുടെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇപ്പോൾ സിനിമ ടിക്കറ്റ് വാങ്ങുന്ന സമയത്ത് ടാക്സ് കൊടുക്കുന്നത്, GST അടയ്ക്കുന്നുണ്ട്. അതുപോലെ എല്ലാ രീതിയിൽ ഒരു ടാക്സ്, വലിയൊരു ടാക്സ് എമൗണ്ട് ഗവൺമെൻറ്റിന് കിട്ടുന്നുണ്ട് ഈ ഒരു ഇൻഡസ്ട്രിയുടെ. പക്ഷേ ആ ടാക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്.
ആ ജനങ്ങൾക്ക് എന്താ ഇൻഫർമേഷൻ സിനിമ കൂടി കൊടുക്കുന്നത്? തെറ്റായ സന്ദേശം. ജസ്റ്റ് കോമൺ സെൻസിൽ ചിന്തിച്ച് നോക്കിയ കാര്യം മനസ്സിലാവില്ലേ? ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് വികസനം എന്നുള്ള പേരിൽ ഗവൺമെൻറ്റിലേക്ക് ഒരുപാട് പൈസ എത്തുന്നു, കോടിക്കണക്കിന് രൂപ ജനങ്ങൾക്ക് വികസനം എന്നുള്ള രീതിയിലേക്ക് എത്തിച്ചു തരുന്നു സിനിമ ഇൻഡസ്ട്രി. പക്ഷേ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ? ഇനി ജനങ്ങൾ ആ പൈസ കൊണ്ട് സർവീസ് കൊടുത്ത് നിൽക്കുക. വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഇൻഡസ്ട്രി ജനങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എമൗണ്ട് കൊടുക്കുന്നു. ഇതിലെന്ത് ലോജിക്കാണ് കാണുന്നത്? ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലായില്ലേ? തെറ്റായ സന്ദേശം കൊടുക്കുന്ന ആ ഒരു ഇൻഡസ്ട്രി, തെറ്റായ കുട്ടികളുടെ മൂല്യങ്ങൾ നശിപ്പിക്കുന്ന ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയിൽ കിട്ടുന്ന എമൗണ്ട് ജനങ്ങൾക്ക് തന്നെ കൊടുക്കുന്നു. അതിൽ നല്ല ചെയ്യാണെന്നാ പോരെ? അപ്പോൾ ചോദിക്കും ഗവൺമെൻറ്റിന് എന്താ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും ലീഗലാക്കേണ്ടി വരും. MDMA അതുപോലെ ലഹരിയുള്ള എല്ലാ പദാർത്ഥങ്ങളും അതൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരിലൂടെ ജനങ്ങൾക്ക് എന്താ തെറ്റായ സന്ദേശമല്ലേ കിട്ടുന്നത്? തെറ്റായ രീതിയിലാണ് ജനങ്ങളായി മാറുന്നത്. അത് ഫിസിക്കലി ആണ് മാറുന്നത്. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഇമോഷണലി നമ്മുടെ മൈൻഡിനെ ബാധിക്കുക ചെയ്യുന്നത്. അത് ഇതിൻ്റെ ആക്ഷനിലൂടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി, കൊലപാതകം, മത തീവ്രവാദം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ് ഉണ്ടാക്കാനുള്ള രീതി, അടി പിടി എന്നിവയുടെ ഫൈറ്റ്, എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലുണ്ട്. പ്രണയം, ഇന്ന് പല പെൺകുട്ടികളും ജീവിതം നശിപ്പിച്ച് പ്രണയം നടന്ന കാര്യം. അതിന് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി നിൽക്കുന്ന സിനിമ ഇൻഡസ്ട്രിയാണ്. കാരണം അതിലൂടെ കാണുന്ന പ്രണയ രംഗങ്ങൾ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും യാഥാർത്ഥ്യമല്ല. അത് സിനിമയിൽ അവർ കാണിക്കുന്നു, അതിൽ ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നു, സിനിമകളിൽ കാണുന്നു. അത് അവർ ജീവിതത്തിൽ കുട്ടികളാണെങ്കിലും ടീനേജ് പ്രായത്തിലാണെങ്കിലും കുട്ടികൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. അവരത് ജീവിതത്തെ തകർത്തുന്ന അവരുടെ ജീവിതം നശിക്കുന്നു. ഇന്ന് പ്രണയം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പ്രണയം എന്നൊക്കെ പക്ക ഫേക്കാണ്. ഫേക്കെന്ന് മാത്രമല്ല, ഈ പ്രണയം കൊണ്ട് നശിക്കുക മാത്രമേ ഉള്ളൂ. അന്ന് പ്രണയം സാഫല്യമാണ്, പ്രണയം അനുഭൂതി എന്നൊക്കെ വെറുതെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഒരു സെക്സ്വൽ ഫാൻറ്റസിയാണ്. അത് ചിന്തിക്കുന്നവർ മനസ്സിലാവും, ഈ സൈക്കോളജിസ്റ്റായിട്ടുള്ള ആളുകൾ മനസ്സിലാവും. പ്രണയം പോയിടുന്ന ദാമ്പത്യത്തിന് കല്യാണത്തിന് ശേഷമാണ്. അതല്ലാത്ത പ്രണയമൊക്കെ വെറും ഫേക്കാണ്, ഒരു കാര്യമില്ല. അത് തീർത്തും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക. ഒരു കാരണവശാലും സിനിമ ഇൻഡസ്ട്രിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അതിലൂടെ ഒരുപാട് ആളുകൾ വരുമാനമാർഗമാണല്ലോ. അതിലൂടെ എന്ത് വരുമാനം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എക്സ് എന്നൊരു ആക്ടർ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആക്ടർ, ആ ആക്ടർ വാങ്ങുന്നത് 1 കോടി രൂപയാണ് സങ്കല്പിക്കുക. ആ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മുതൽ 60 ദിവസം വരെയാണെന്ന് അറിയാൻ കഴിഞ്ഞു. പറയാം 60 ലക്ഷം വെക്കാം, 1 കോടി ഉണ്ട്, 60 ലക്ഷം രൂപയാണ് ഒരു നോർമൽ ഒരു ആക്ടറുടെ ഇൻകം. അത് ഒരു ദിവസം 1 ലക്ഷം രൂപയാണ് അവർ വരുമാനം. ഒരു ദിവസം 1 ലക്ഷം രൂപ, ഇതാണ് അവർ വരുമാനം. ഇങ്ങനെ തെറ്റായ സന്ദേശം കൊടുത്തിട്ട് ഇത്രയും വലിയൊരു എമൗണ്ടാണ് ഒരു ദിവസം കാണുന്നത്. ഇപ്പോൾ 30 ലക്ഷം വാങ്ങുന്ന ഒരാളാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു ദിവസം 50,000 രൂപ വാങ്ങുന്നത്. ഇത് സാധാരണക്കാർക്ക് കിട്ടുന്ന ഒരു ദിവസം ഏത് പണിയെടുത്ത് കഴിഞ്ഞാലും 2,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നുള്ളൂ ഏതൊരു സാധാരണക്കാരനും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ശരി, നോർമൽ ജോലിക്കാരാണെങ്കിൽ ശരി, 200 മുതൽ 2,000 രൂപയാണ് ഒരു ആവറേജ് വാല്യൂ. ആ ഒരു എമൗണ്ട് കിട്ടുന്നുള്ളൂ സാധാരണക്കാരായ ആളുകൾക്ക്. അത് മനസ്സിലാക്കുന്ന കാര്യം എന്താ? ഈ സിനിമ ഇൻഡസ്ട്രി വാങ്ങുന്ന എമൗണ്ട് വലുതാണ്. അത് ജനങ്ങളിൽ വാങ്ങുന്ന എമൗണ്ട് അതിനേക്കാളേറെ വലുതാണ് സിനിമ ടിക്കറ്റ് എടുത്ത് വാങ്ങുന്നത്. അതിൽ അവരുണ്ടാകുന്ന കൂടുതൽ അവർ ലക്ഷ്യം ലൈഫ് ആസ്വദിക്കാൻ നമ്മളെ പണം വെച്ചിട്ട്. അതുകൊണ്ട് തെറ്റായ സന്ദേശം കൊടുത്തുകൊണ്ടാണ് അവർ വളർത്തുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയെ. ഇപ്പോൾ പല നുണകളും പല അക്രമങ്ങളും എല്ലാ മേഖലകളും ടച്ച് ചെയ്താണ് സിനിമ പോകുന്നത്. കാരണം ജനങ്ങൾക്കിലൂടെ നടക്കുന്ന കാര്യങ്ങളെ സിനിമ കഥയാക്കിയിട്ട് ജനങ്ങളിൽ തെറ്റായ സന്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങളെ ബോധിപ്പിക്കുന്ന രീതിയിൽ, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് സിനിമേൻ്റെ ഓരോ മേഖലയും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായി ഇതിനെ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീരുമാനിക്കുക, ചിന്തിക്കുക, പ്രവർത്തിക്കുക. നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ നല്ലൊരാൾ വിചാരിച്ച സിനിമാ മേഖല, ഇനി ഏത് മേഖല ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന സിനിമാ മേഖല ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് നമ്മുടെ ജീവിതമാണ്, ലൈഫാണ്. തെറ്റായ ഇൻഫർമേഷൻസ് മൈൻഡിലേക്ക് കൊടുത്തിട്ട് നമ്മുടെ ഫ്യൂച്ചറായി വരുന്ന കുട്ടികളിലേക്കും കൗമാരക്കാരിലേക്കും യുവാക്കളിലേക്കും തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് ഒരു തെറ്റായ സമൂഹത്തെ ഇല്ലാതാക്കാൻ നമുക്ക് പ്രയത്നിക്കാം. താങ്ക് യു.